ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേരാണ് ഒറ്റയല്ലൊരു ജീവിയും. ഒരു ജീവിയും ഒറ്റയ്ക്കല്ല എന്നാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. ചിത്രം നോക്കൂ. ചിത്രത്തിലെ പക്ഷി ഏതാണ്? ഒരു ചിത്രം തന്നിരിക്കുന്നു, കണ്ടില്ലേ? ഒരു പക്ഷി ഇങ്ങനെ വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുന്നു. ഒരു മീനും ഉണ്ട് താഴെ വെള്ളത്തിൽ. അപ്പോൾ ഈ പക്ഷി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവയുടെ പ്രധാന ഭക്ഷണം എന്താണ്? ഈ പക്ഷിയെ സാധാരണ എവിടെയാണ് കാണുന്നത്? എന്താകും അതിന് കാരണം? ഈ പക്ഷി എന്ന് പറയുന്നത് പൊന്മാനാണ്, അല്ലേ? നീല കളറാണ്, കണ്ടില്ലേ? നല്ല ഭംഗിയുള്ള ഒരു പക്ഷിയാണ് പൊന്മാൻ. ഇവയുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് മീനുകളാണ്. പിന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ, എവിടെയാണ് സാധാരണയായി ഇവ കാണുന്നത്? എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ. നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. അപ്പോൾ എവിടെയാണ് പൊന്മാൻ സാധാരണയായി കണ്ടുവരുന്നത്? നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിൽ. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എവിടെയാണ് ഇവ കാണപ്പെടുന്നത് എന്നാണ്, അല്ലേ? നദീതീരത്തോ കുളക്കരയിലോ ഒക്കെയുള്ള മാളങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. അതിന് കാരണം എന്താണ്? ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാനുള്ള സൗകര്യം നോക്കിയാണ്. കാരണം ഇവ കഴിക്കുന്നത് മീനാണ്, അപ്പോൾ അത് പിടിക്കാനുള്ള സൗകര്യത്തിനാണ് ഇവ അവിടെ താമസിക്കുന്നത്. പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. വിവിധ തരം ജീവികൾ കഴിക്കുന്ന ആഹാരം ഏതെല്ലാമാണ്? ആടിൻ്റെ പ്രധാന ആഹാരം എന്താണ്? പുല്ല്, അതുപോലെ തന്നെ ഇലകൾ, വൈക്കോൽ, ധാന്യങ്ങൾ, ഇതൊക്കെ ആടിൻ്റെ ഭക്ഷണമാണ്. സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികളുണ്ട്? കണ്ടെത്തി എഴുതൂ. സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കി കഴിക്കുന്നത്. ഇതിൽ ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നത് മാനുണ്ട്. മാൻ സസ്യങ്ങൾ മാത്രമേ കഴിക്കൂ, അല്ലേ? അതുപോലെ തന്നെ മുയലും സസ്യഭാഗങ്ങൾ മാത്രമേ കഴിക്കൂ. പിന്നെയോ പശു, ആട്, ഇവയൊക്കെ സസ്യഭാഗങ്ങൾ മാത്രമേ ആഹാരമാക്കൂ. വാസസ്ഥലവും ആഹാരവും. ചിത്രം ശ്രദ്ധിക്കൂ. ഒരു കൃഷിസ്ഥലവും അതിനടുത്തുള്ള ഒരു കുളവും ഒക്കെ തന്നിരിക്കുന്നു. അതിലൊരുപാട് മൃഗങ്ങളും ഉണ്ട്. ഏതൊക്കെയാണ്? തവളയുണ്ട്, ആമയുണ്ട്, ഞണ്ട്, പിന്നെയോ ഒച്ച്, പക്ഷികളായിട്ട് ഒരു കാക്കയുണ്ട്, പിന്നെ തുമ്പി പറക്കുന്നുണ്ട്, മീനുണ്ട്, പിന്നെയോ പുൽച്ചാടി. അങ്ങനെ കുറച്ച് ജീവികൾ ഈ ചിത്രത്തിലുണ്ട്. ചിത്രത്തിലുള്ള ജീവികൾ ഏതെല്ലാമാണെന്ന് എഴുതൂ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? ഏതൊക്കെയാണ് അതിലുള്ള ജീവികളെന്ന്. ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? സസ്യങ്ങളെ ആഹാരമാക്കുന്നത് ഏതൊക്കെയാണ്? ചെറുമീനുകൾ, അതുപോലെ തന്നെ പുൽച്ചാടി, ആമ, ഇതൊക്കെ ചെറു സസ്യങ്ങളെ ആഹാരമാക്കുന്നതാണ്. ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികൾ ഇവിടെയുണ്ട്? കൊക്ക് ചെറിയ മീനുകളെ കഴിക്കുന്നതാണ്. അതുപോലെ തന്നെ കാക്കയും ചെറിയ മീനുകളെ ഭക്ഷണമാക്കുന്നതാണ്. ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു? ചെറിയ മീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു. വലിയ മീനുകൾ ചെറുമീനുകളെ ആഹാരമാക്കുന്നു. കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു. വയലിലുള്ള മറ്റു ജീവികളെയും ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെറിയ മീനുകളുണ്ട്, അവ സസ്യങ്ങളെയാണ് ഭക്ഷിക്കുന്നത്, ആഹാരമാക്കുന്നത്. വലിയ മീനുകൾ ചെറിയ മീനുകളെയാണ് ഭക്ഷിക്കുന്നത്. പിന്നെ ആ മീനുകളെ കൊക്കുകൾ ആഹാരമാക്കുന്നു. ഇനി പറഞ്ഞിരിക്കുന്നത് വയലിലുള്ള മറ്റു ജീവികളെയും ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കൂ എന്നാണ്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് സസ്യമാണ്, അല്ലേ? സസ്യം ആരാണ് കഴിക്കുന്നത്? ചെറുമീൻ കഴിക്കുന്നുണ്ട്, പുഴു കഴിക്കുന്നുണ്ട്. പിന്നെ പുൽച്ചാടിയാണ് സസ്യത്തെ കഴിക്കുന്നത്. അപ്പോൾ ചെറുമീൻ, പുൽച്ചാടി, പുഴു. ചെറുമീനുകളെ വലിയ മീനുകളും അതുപോലെ തന്നെ തവളയും ഭക്ഷിക്കുന്നുണ്ട്. പുഴുവിനെ ആരാണ് ഭക്ഷിക്കുന്നത്?
കാക്കയാണ് പുഴുവിനെ ഭക്ഷിക്കുന്നത്. ഇനി വലിയ മീനിനെയും തവളയെയും ആരാണ് ഭക്ഷിക്കുന്നത്? കൊക്കാണ് ആഹാരമാക്കി കഴിക്കുന്നത്. കണ്ണി ചേർന്ന് മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണല്ലോ. ആരൊക്കെയാണ്? മാനും മുയലും പുൽച്ചാടി ഇവയൊക്കെ സസ്യങ്ങളാണ് കഴിക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ കൂടി ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കൂ. ഇനി ഈ മാനിനെയും മുയലിനെയും പുൽച്ചാടിയെയും കഴിക്കുന്ന മറ്റ് ജീവികൾ ഏതൊക്കെയാണ് എന്ന് ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? മാനിനെ ആര് കഴിക്കും? സിംഹം കഴിക്കും. മുയലിനെ കുറുക്കൻ കഴിക്കും. പുൽച്ചാടിയെ തവള കഴിക്കും. പൂർത്തിയാക്കിയ ആഹാരബന്ധം ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി ആഹാരബന്ധം വിപുലീകരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കൂ. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാ ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഓരോ ജീവിയും മറ്റു ജീവിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതായത് ഒരു ജീവിയുടെ ആഹാരമാണ് മറ്റു ജീവി. അപ്പോൾ ഈ ഒരു ബന്ധത്തിനെയാണ് ആഹാര ശൃംഖലാ ജാലം എന്ന് അറിയപ്പെടുന്നത്. ആദ്യത്തെ ചിത്രത്തിൽ നോക്കൂ. ഒരു സസ്യമാണ്. അതിനെ ആഹാരമാക്കുന്നത് ആരൊക്കെയാണ്? മാനും അതുപോലെ പശുവുമാണ് അല്ലേ? ഇനി ഈ മാനിനെയും പശുവിനെയും ആഹാരമാക്കുന്നത് ആരാണ്? പുലിയാണ് അല്ലേ? അതുപോലെ തന്നെയുള്ള മറ്റൊരു ചിത്രമാണ് തന്നിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് ഏതാണ്? ഒരു സസ്യം, അതിനെ പുഴു ഭക്ഷിക്കുന്നു. ആ പുഴുവിനെ ഒരു കിളിയാണ് ഭക്ഷിക്കുന്നത്. ആ കിളിയെ ചെന്നായ അല്ലെങ്കിൽ കുറുക്കൻ ഇതൊക്കെ കഴിക്കുന്നു. അതിനുശേഷം അതിനെ കഴിക്കുന്നത് ഒരു കഴുകൻ ഭക്ഷണമാക്കുന്നു. ഇനി അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതും. ഒരു സസ്യം എലി തിന്നുന്നു, എലിയെ പൂച്ച പിടിക്കുന്നു, പൂച്ചയെ ഒരു കടുവ ഭക്ഷിക്കുന്നു. ഇനിയോ ഒരു മാനിനെ കടുവ ഭക്ഷിക്കുന്നു. അങ്ങനെ ഓരോ ശൃംഖലയും ഇങ്ങനെ നീണ്ടു പോകുന്നു. ഒരു ജീവിയെ മറ്റൊരു ജീവി ആഹാരമാക്കുന്നു. ശൃംഖലകൾ കടലിലും, കരയിൽ മാത്രമല്ല കടലിലും ഇങ്ങനെയുള്ള ആഹാര ശൃംഖലയുണ്ട്. കരയിലെ പലതരം ആഹാരബന്ധങ്ങൾ കണ്ടല്ലോ. ഇത്തരത്തിൽ കടലിലും വിവിധ ആഹാരബന്ധങ്ങളുണ്ട്. കുറച്ച് മീനുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്രാവ്, മത്തി, ചെറുമീനുകൾ, കടലാമ, പ്ലവകങ്ങൾ. കടലിലെ ചില ജീവികളാണ് ചിത്രത്തിൽ. ചുവടെ നൽകിയ പട്ടികയിലെ വിവരങ്ങൾ കൂടി പരിശോധിച്ച് ഈ ജീവികളെ ഉൾപ്പെടുത്തി ഒരു ആഹാര ശൃംഖലാ ജാലം ചിത്രീകരിക്കും. നമ്മൾ കണ്ടു അല്ലേ? കുറച്ച് കടൽ ജീവികളെ കണ്ടു. ചുവടെ നൽകിയ പട്ടികയിലെ വിവരങ്ങൾ കൂടി പരിശോധിച്ച് ഈ ജീവികളെ ഉൾപ്പെടുത്തി ഒരു ആഹാര ശൃംഖല ചിത്രീകരിക്കണം. അപ്പോൾ ജീവി എന്ന് പറയുന്നത് സ്രാവ്. സ്രാവ് ഒരു വലിയ മീനാണ് അല്ലേ? അത് ആഹാരമാക്കുന്നത് ആരൊക്കെയാണ്? കണവ, മീനുകൾ, കടലാമ. അതുപോലെ തന്നെ മത്തി നമുക്കെല്ലാം അറിയാം അല്ലേ? മത്തി കഴിക്കുന്നത് ചെറുമീനുകൾ, പ്ലവകങ്ങൾ. പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറു സസ്യങ്ങളാണ്. ഇനി കടലാമ കഴിക്കുന്നത് സസ്യഭാഗങ്ങളും മീനുകളുമാണ്. ചെറിയ മീനുകളായിരിക്കും. ഇനി ചെറുമീനുകൾ കഴിക്കുന്നതോ പ്ലവകങ്ങൾ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. അപ്പോൾ പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ ജലാശയങ്ങളിൽ ഒഴുകി നടക്കുന്ന ചെറിയ സസ്യങ്ങളെയാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. എത്ര ആഹാരബന്ധങ്ങൾ! നിങ്ങളുടെ പരിസരത്തുള്ള ഒരു മരത്തെ കുറച്ചു ദിവസം തുടർച്ചയായി നിരീക്ഷിക്കൂ. മരത്തിൽ നിങ്ങൾ നിരീക്ഷിച്ച ജീവികളെ ഉൾപ്പെടുത്തിയുള്ള ആഹാര ശൃംഖലാ ജാലം ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കൂ. കുറച്ച് ദിവസം നിങ്ങളുടെ അടുത്തുള്ള ഒരു മരം നിരീക്ഷിക്കുക. എന്നിട്ട് അതിലേതൊക്കെ ജീവികൾ താമസിക്കുന്നുണ്ട്, ഏതൊക്കെ ജീവികളുടെ ആഹാരമാണ് എന്നെല്ലാം മനസ്സിലാക്കി അത് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിലനിൽപ്പിനായി ചിത്രം നോക്കൂ. ഒരു കുളമാണ് അല്ലേ? ഒരു ജലാശയമാണ്. അതിൽ ആരൊക്കെയുണ്ട്? മീനുകളുണ്ട്, തവള, താറാവ്, ഞണ്ട്, അതുപോലെ തന്നെ കൊക്ക്, ആമ. കുളത്തിലെ മത്സ്യത്തെ കണ്ടല്ലോ.
മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു മത്സ്യത്തിന് ജീവിക്കാൻ ആവശ്യം? സൂര്യപ്രകാശം വേണം, അതുപോലെ തന്നെ ജലസസ്യങ്ങൾ വേണം. ജലസസ്യങ്ങൾ ഉണ്ടായാലേ അവയ്ക്ക് ഭക്ഷണം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ എന്തു വേണം? ജലം വേണം, വെള്ളം വേണം, വേണ്ടേ? കുളത്തിലെ മറ്റു ജീവികൾക്കും നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ലേ? കുളത്തിലെ ഘടകങ്ങൾ തരം തിരിച്ച് പട്ടികപ്പെടുത്തൂ. കുളത്തിലെ ഓരോ ഘടകങ്ങളും ഏതൊക്കെയാണെന്ന് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ജീവനുള്ളവ, ജീവനില്ലാത്തവ. ജീവനുള്ളവ ഏതൊക്കെയാണ്, ജീവനില്ലാത്തവ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ജീവനുള്ളവ: താറാവ്, തവള, മത്സ്യം, ഞണ്ട്, ആമ, കൊക്ക്, തുമ്പി, ഒച്ച്. ഇനി ജീവനില്ലാത്തവയാണ് കല്ല്, പാറകൾ, ജലം. ഇവയ്ക്കൊന്നും ജീവനില്ല. ആവാസം: നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ. മത്സ്യത്തിനു പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത്, ഹാബിറ്റാറ്റ്. അപ്പോൾ എന്താണ് ആവാസം എന്ന് പറയുന്നത്? നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ, അവയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ആവാസമാണ് വയൽ എന്ന് പറയുന്നത്. മത്സ്യത്തിനു പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത്. വയലിൽ ഒരുപാട് ജീവികൾ ഉണ്ട് അല്ലേ? ഈ ആവാസത്തിനെ പറയുന്നതാണ് ഹാബിറ്റാറ്റ് എന്ന്. ഇതുപോലെ മറ്റേതെല്ലാം ആവാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്? വനപ്രദേശം, അവിടെ ഒരുപാട് ജീവികളുണ്ട്. അതുപോലെ തന്നെ ജലപ്രദേശം, മഞ്ഞുപ്രദേശം, മരുഭൂമി, ഇതൊക്കെ ഓരോ ആവാസമാണ്. നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ. ഏതെല്ലാം ജീവികളുടെ ആവാസമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം? ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുണ്ട്? നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നു അല്ലേ? അതിൽ ഏതൊക്കെ ജീവികളുണ്ട്? അതുപോലെ തന്നെ ആ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്? ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ ജീവനുള്ള ഘടകങ്ങളെയും ജീവനില്ലാത്ത ഘടകങ്ങളെയും ഉൾപ്പെടുത്തി ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ അവതരിപ്പിക്കൂ. റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ അതായിട്ട് അഭിനയിക്കുക അല്ലേ? അതിൽ ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളുമായിട്ടും അഭിനയിക്കണം. ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ പലതരം പക്ഷികളുണ്ടായിരിക്കും. അതുപോലെ തന്നെ വണ്ടുകൾ, പ്രാണികൾ, പിന്നെയോ പൂമ്പാറ്റ, തേനീച്ച, പുഴുക്കൾ, പുൽച്ചാടി, ഇങ്ങനെ ഒരുപാട് ജീവികളുണ്ടായിരിക്കും അല്ലേ? ജീവനില്ലാത്തവ എന്ന് പറയുന്നത് വെള്ളം വേണം, ഉദ്യാനത്തിന് വെള്ളം വേണം. അതുപോലെ തന്നെ അത് വളരാനായിട്ട് മണ്ണ് വേണം, പിന്നെയോ വായുവുണ്ടായിരിക്കും. ഇങ്ങനെ ജീവനില്ലാത്ത കാര്യങ്ങളും ജീവനുള്ളതും എല്ലാം ഒരുപോലെ അവിടെയുണ്ട്. ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ച് മാത്രമേ ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജീവനില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്, അതിനെ ആശ്രയിച്ച് മാത്രമേ ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ എന്നാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് പറയണം. ഇനി പറയുന്നത് നിരീക്ഷണക്കുറിപ്പിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരിക്കണം? നിരീക്ഷണത്തിൻ്റെ ഉദ്ദേശമുണ്ടായിരിക്കണം, സാമഗ്രികൾ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, നിരീക്ഷണ സാഹചര്യം എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് നിരീക്ഷിച്ചത് എന്നെല്ലാം പറയണം. അതുപോലെ തന്നെ കണ്ടെത്തലുകൾ, നിങ്ങൾ എന്തൊക്കെ കണ്ടെത്തി, അതിലെ നിഗമനം അതെല്ലാം ഉൾപ്പെടുത്തണം. ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട്. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ആവാസം എന്നതിന് നിർവചനം രൂപീകരിക്കും. ഓരോ ജീവിക്കും ജീവിക്കാൻ അനുവദിക്കുന്ന അനുയോജ്യമായ ആവാസമുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ആവാസം എന്താണ് എന്നതിന് ഒരു നിർവചനം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് വിവിധ തരം ആവാസങ്ങൾ കണ്ടെത്തൂ. ചിത്രം നോക്കൂ. ഏതെല്ലാം ആവാസങ്ങളാണ് കാണുന്നത്? ഒരു
പുൽമൈതാനമുണ്ട്, അതുപോലെ തന്നെ മരുഭൂമിയുണ്ട്, മഞ്ഞ് ഉള്ള സ്ഥലമുണ്ട്, അതുപോലെ തന്നെ കണ്ടൽക്കാട് ഉണ്ട്. കണ്ടൽക്കാടിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ജലസ്രോതസ്സിന് അടുത്തായി വളരുന്ന പ്രത്യേകതരം ചെടികളാണ് കണ്ടലുകൾ. ഇവ കൂട്ടമായി വളരുന്നത് കൊണ്ട് ആ പ്രദേശത്തെ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നു. ഈ കണ്ടൽക്കാട്ടിൽ ഒരുപാട് തരത്തിലുള്ള ജീവികൾ വസിക്കുന്നുണ്ട്. ആഹാരക്കാട്. 2 ജീവികളുടെ ആഹാരക്കാടാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ജീവി ഒന്ന് കാക്കയാണ്. ആഹാരം എന്താണ്? ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ, ഇതൊക്കെയാണ് കാക്ക ഭക്ഷിക്കുന്നത്. ചെറുജീവികളെ കഴിക്കും, പഴങ്ങൾ കഴിക്കും, ധാന്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമിട്ടാൽ അത് കഴിക്കും, മൃത അവശിഷ്ടങ്ങൾ എല്ലാം കഴിക്കും. ഇനി ജീവി ആടാണ് രണ്ടാമത്തേത്. ആഹാരം എന്താണ്? പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ, ഇതൊക്കെയാണ് കഴിക്കുന്നത്. ഇത്തരത്തിലുള്ള മറ്റു 2 ജീവികളുടെ ആഹാരക്കാട് തയ്യാറാക്കൂ. ഇതുപോലെ 2 ജീവികളുടേത് നിങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ ഏതൊക്കെ ജീവികളെ നമുക്ക് തയ്യാറാക്കാം? ആദ്യത്തെ ജീവി പൂച്ചയാണ്. ആഹാരം എന്ന് പറയുന്നത് മത്സ്യം, ഇറച്ചി, എലി, ചെറുപ്രാണികൾ. രണ്ടാമത്തെ ജീവി പശു. ആഹാരം വെള്ളം, പുല്ല്, വൈക്കോൽ, ധാന്യങ്ങൾ മുതലായവയാണ്. കൂടിയാലും കുറഞ്ഞാലും ആഹാര ശൃംഖലാജാലം പരിശോധിക്കൂ. നോക്കൂ, ഒരു ആഹാര ശൃംഖലാജാലമാണ് തന്നിരിക്കുന്നത്. ആദ്യത്തേത് ഒരു സസ്യമാണ്. അതിനെ പുൽച്ചാടി ഭക്ഷിക്കുന്നു. പുൽച്ചാടിയെ ഒരു കോഴി ഭക്ഷണമാക്കുന്നു. ആ കോഴിയെ ഒരു കുറുക്കനാണ് കഴിക്കുന്നത്. ആ കുറുക്കനെ ഒരു കടുവ ഭക്ഷിക്കുന്നു. അടുത്തത് ഒരു പോത്താണ്, കാട്ടുപോത്താണ് അല്ലേ? അതുപോലെ ഒരു മാനുമാണ്. ഈ കാട്ടുപോത്തും മാനും ഭക്ഷണമാക്കുന്നത് സസ്യത്തെയാണ്. പക്ഷേ ഇവരെ 2 പേരെയും കഴിക്കുന്നത് ആ ഒരു കടുവയാണ്. ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകൾ ഇല്ലാതായാൽ എന്തു സംഭവിക്കും? ഏതെല്ലാം ജീവികളുടെ എണ്ണം വർദ്ധിക്കും? മാനുകളുടെ എണ്ണം കൂടിയാൽ എന്തു സംഭവിക്കും? കടുവകളുടെ എണ്ണം കുറഞ്ഞാൽ മാനുകളും അതുപോലെ തന്നെ കുറുക്കന്മാരും പോത്തുകളും അങ്ങനെ എല്ലാം വർദ്ധിക്കും ഇല്ലേ? അവ വർദ്ധിച്ചാൽ എന്താകും? ഈ മാനുകളും കാട്ടുപോത്തും അതുപോലെ തന്നെ കുറുക്കനും ഒക്കെ ആഹാരമാക്കുന്ന ജീവികളുടെ എണ്ണം വളരെയധികം കുറയും. കാരണം എന്താണ്? മാൻ ഒരുപാട് പുല്ലുകൾ കഴിക്കും അല്ലേ? അപ്പോൾ പുല്ല് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ കുറുക്കനും ധാരാളം കോഴികളെ വേണം. അപ്പോൾ കോഴികളുടെ എണ്ണം വളരെയധികം കുറയും. അപ്പോൾ എല്ലാ ജീവികളും ഒരു ആവാസ വ്യവസ്ഥയിൽ വേണം. എന്നാൽ മാത്രമേ ആഹാര ശൃംഖല ശരിയായി നടക്കൂ. ഒരു ജീവി കൂടിയാൽ മറ്റു ജീവികളുടെ എണ്ണം കുറയും. ഒരു ജീവി കുറഞ്ഞാലോ മറ്റു ജീവികൾക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടായിരിക്കും. എന്തുകൊണ്ട് കടുവാ സംരക്ഷണം? ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. നമുക്കറിയാം അല്ലേ? ആഹാര ശൃംഖലയിൽ ആദ്യം സസ്യങ്ങൾ, പിന്നെ ചെറിയ മൃഗങ്ങൾ, പിന്നെ വലിയ മൃഗങ്ങൾ. ഈ വലിയ മൃഗങ്ങളെ കഴിക്കുന്നതിൽ ഒന്നാമതാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യപരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. അതായത് കുറയാനോ കൂടാനോ പാടില്ല അല്ലേ? ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്കു പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെപ്പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെപ്പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കപ്പെടുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. എന്താണ് പറയുന്നത്? നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ആദ്യമുള്ളത് സസ്യങ്ങളാണ് അല്ലേ? ഒരു സസ്യം നശിച്ചാൽ അല്ലെങ്കിൽ മറ്റു ജീവികൾ കഴിച്ചാൽ വേറൊരു സസ്യമുണ്ട് അല്ലേ? ഒരുപാട് സസ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറുജീവികളും ഒരുപാടുണ്ട്. എന്നാൽ ഏറ്റവും ഉയർന്ന കണ്ണിയായ കടുവ നശിച്ചു കഴിഞ്ഞാൽ കടുവ ആഹാരമാക്കുന്ന ജീവികളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കടുവ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടാകുന്നത്. ഒരു
ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കാൻ കടുവയ്ക്ക് കഴിയുന്നുണ്ട്. അധിനിവേശക്കാർ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്ന് പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആ ആവാസ വ്യവസ്ഥയ്ക്ക് എന്തു സംഭവിക്കും? ആഫ്രിക്കൻ മുഷി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത്. ഇവ വളരെ പെട്ടെന്ന് വളർന്ന് പെരുകുന്നു. ഇവ കേരളത്തിലെ ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി കാണപ്പെടുന്നു. അധിനിവേശ മത്സ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. അപ്പോൾ എന്തു സംഭവിക്കും? ആഫ്രിക്കൻ മുഷി വളരെ പെട്ടെന്ന് പെരുകുന്നതാണ്. നമ്മുടെ നാട്ടിലെ ജലാശയങ്ങളിലെ മീനുകളെ അവ പെട്ടെന്ന് ആഹാരമാക്കുന്നു. അപ്പോൾ നാടൻ മത്സ്യങ്ങൾ കുറഞ്ഞ് പോകാൻ അത് കാരണമാകുന്നു. നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും അധിനിവേശ ജന്തുക്കളും സസ്യങ്ങളുമുണ്ടോ എന്ന് കണ്ടെത്തുക. അവ മറ്റു സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കണ്ടെത്തി അവതരിപ്പിക്കൂ. അതായത് നമ്മുടെ നാട്ടിൽ കാണപ്പെടാത്ത പുതിയ ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്ന് നമ്മുടെ ആവാസ വ്യവസ്ഥയിലേക്ക്, നമ്മുടെ നാട്ടിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് എത്തപ്പെട്ട ജീവികളും അതുപോലെ തന്നെ സസ്യങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് കണ്ടെത്തി അത് അവതരിപ്പിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത്? ഏതെല്ലാം ജന്തുക്കൾ, ഏതെല്ലാം സസ്യങ്ങൾ, എവിടെ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിക്കാം? മുതിർന്നവരിൽ നിന്ന്, മാധ്യമങ്ങളിൽ നിന്ന്, പുസ്തകത്തിലും മറ്റു രേഖകളിലും നിന്ന്, നിരീക്ഷണത്തിലൂടെ. നമുക്ക് പല കാര്യങ്ങളും അറിയണം അല്ലേ? അപ്പോൾ നമുക്ക് എവിടെ നിന്നെല്ലാം അത് ശേഖരിക്കാം? മുതിർന്ന ആളുകളിൽ നിന്ന്, അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ നിന്ന്, പിന്നെയോ പുസ്തകങ്ങളിൽ നിന്ന്, രേഖകളിൽ നിന്നെല്ലാം നമുക്കത് ശേഖരിക്കാവുന്നതാണ്. അതുകൂടാതെ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളും എഴുതാം. റിപ്പോർട്ടിൽ എന്തെല്ലാം? ആമുഖം, അതുപോലെ തന്നെ എന്താണ് ഉദ്ദേശം, പഠനരീതി, ദത്തങ്ങളുടെ ശേഖരണം, അപഗ്രഥനം, നിഗമനം, നിർദ്ദേശങ്ങൾ, അനുബന്ധ വിവരങ്ങൾ ഇതെല്ലാം റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. ആഹാര ബന്ധം. ആഹാര ശൃംഖലാജാലം നോക്കൂ. ഒരു ആഹാര ശൃംഖലാജാലമാണ് അല്ലേ? സസ്യങ്ങളെ ആരൊക്കെയാണ് ഭക്ഷിക്കുന്നത്? പുൽച്ചാടിയുണ്ട്, പുഴുവുണ്ട്, അണ്ണാനുണ്ട്. ഇതൊക്കെ സസ്യത്തെ ഭക്ഷിക്കുന്നു. എന്നാൽ ഇവയെയോ, പുഴുവിനെയും പുൽച്ചാടിയെയും അണ്ണാനെയും ഒക്കെ ആരാണ്? പുഴുവിനെ ഒരു കോഴി ഭക്ഷിക്കുന്നു. അതുപോലെ തന്നെ പുൽച്ചാടിയെ തവള ഭക്ഷിക്കുന്നു. അണ്ണാനെ ആരൊക്കെയാണ്? കുറുക്കൻ ഭക്ഷിക്കുന്നുണ്ട്, പൂച്ച ഭക്ഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പാമ്പും ഭക്ഷിക്കുന്നുണ്ട് ഇല്ലേ? ഇനി ഈ പൂച്ചയെ കഴുകൻ ഭക്ഷിക്കുന്നു. അതുപോലെ തന്നെ കുറുക്കനെയും പാമ്പിനെയും പൂച്ചയെയും ഒക്കെ കഴുകൻ ഭക്ഷിക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ ആഹാര ശൃംഖലയാണ് അല്ലേ? സസ്യത്തെ പുഴുവും പുൽച്ചാടിയും അണ്ണാനും കഴിക്കുന്നു. ഈ കഴിച്ച പുഴുവിനെയും പുൽച്ചാടിയെയും അണ്ണാനെയും ഒക്കെ ആര് കഴിക്കുന്നു? കോഴിയും തവളയും പൂച്ചയും ഒക്കെ കഴിക്കുന്നു. പിന്നെ വരുന്ന ആഹാര ശൃംഖല ആരൊക്കെയാണ്? കുറുക്കനും പാമ്പുമാണ് അല്ലേ? പൂച്ചയുമാണ്. ഇവരെ കഴുകൻ ഭക്ഷിക്കുന്നു. പലതരം ആഹാരബന്ധങ്ങൾ മുകളിലെ ചിത്രത്തിലുണ്ട്. ഇതിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇത്തരത്തിലുള്ള കൂടുതൽ ശ്രേണികൾ കണ്ടെത്തി എഴുതൂ. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ആഹാര ശൃംഖലാജാലമുണ്ട് അല്ലേ? ഒരു ജീവിയെ മറ്റൊരു ജീവി കഴിക്കുന്നു, മറ്റൊരു ജീവിയെ, അങ്ങനെ ഒരുപാടുണ്ട്. എന്നാൽ ഒരു ഒറ്റ ശ്രേണി കണ്ടില്ലേ? സസ്യം, പുഴു, കോഴി, കുറുക്കൻ, കഴുകൻ, ഇങ്ങനെ വരുന്ന ഒറ്റ ശൃംഖലയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. എഴുതിയ ആഹാര ശൃംഖലകൾ താരതമ്യം ചെയ്ത് തന്നിരിക്കുന്ന മാതൃകയിൽ ശാസ്ത്ര പുസ്തകത്തിൽ പട്ടികപ്പെടുത്തൂ. തന്നിരിക്കുന്നത് നോക്കി ശാസ്ത്ര പുസ്തകത്തിൽ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കണ്ണി എന്ന് പറയുന്നത് പുല്ലാണ്. അവസാനത്തെ കണ്ണി ആരാണ്? കഴുകനാണ് അല്ലേ?
ഇനി ഒരു ആഹാര ശൃംഖലാജാലം നോക്കൂ. പുല്ല്, പുൽച്ചാടി, പല്ലി, പാമ്പ്. അതുകൂടാതെ പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്. പിന്നെയോ പുല്ല്, എലി, പാമ്പ്. ഏതെങ്കിലും ഒരു ശ്രേണി എടുക്കുകയാണെങ്കിൽ പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്. അപ്പോൾ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് പുല്ല്, അവസാനത്തേതോ പാമ്പ്. ഈ തന്നിരിക്കുന്ന ആഹാര ശൃംഖലാജാലത്തിലെ ആദ്യത്തെ കണ്ണി പുല്ലും അവസാനത്തേത് പാമ്പുമാണ്. ഇനി മറ്റൊന്ന് നോക്കൂ. ചോളം, എലി, പാമ്പ്, മൂങ്ങ. അപ്പോൾ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് ചോളമാണ് അല്ലേ? അവസാനത്തെ കണ്ണി ഏതാണ്? മൂങ്ങയാണ്. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് ഏത് ജീവി വിഭാഗത്തിൽ നിന്നാണ്? അവയുടെ നിലനിൽപ്പിനും ആഹാരം ആവശ്യമില്ലേ? അവയ്ക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്? എല്ലാ ആഹാര ശൃംഖലയും തുടങ്ങുന്നത് ഏത് ജീവിയിൽ നിന്നാണ്? സസ്യത്തിൽ നിന്നാണ് അല്ലേ? അപ്പോൾ അവയ്ക്കും ആഹാരം ആവശ്യമില്ലേ? അവയ്ക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്? ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ. ചിത്രീകരണം നിരീക്ഷിക്കൂ. സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? സൂര്യപ്രകാശം വേണം അല്ലേ? ചിത്രത്തിൽ തന്നെ തന്നിരിക്കുന്നു, സൂര്യപ്രകാശം വേണം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് ചെടികൾ ശ്വസിക്കുന്നത്. എന്നിട്ട് പുറത്തുവിടുന്നതോ ഓക്സിജനാണ് പുറത്തുവിടുന്നത്. നമ്മളെല്ലാം ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. അതിന് പകരം സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡാണ് ശ്വസിക്കുന്നത്, എന്നിട്ട് ഓക്സിജൻ പുറത്തുവിടുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കും. അതുകൂടാതെ ജലം വേണം, വളരാനാവശ്യമായ വെള്ളം വേണ്ടേ? ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശം, ജലം. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം, ക്ലോറോഫിൽ എന്ന വർണ്ണമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും ജലം എന്നിവ ഉപയോഗിച്ചാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ? ഈ ആഹാരം നിർമ്മിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തെ എന്താണ് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് എന്നാണ് പറയുന്നത്. ഇനി ഇലകളിലെ ഹരിതകം, ക്ലോറോഫിൽ എന്ന് ഇംഗ്ലീഷിൽ പറയും, എന്ന ഒരു വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിനായിട്ട് സഹായിക്കുന്നത്. എന്താണ് സഹായിക്കുന്നത്? ക്ലോറോഫിൽ. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്. ഊർജം ലഭിക്കാൻ സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് കണ്ടല്ലോ. സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് പ്രധാനമായും ഏതു ഭാഗം വഴിയാണ്? ഏതു ഭാഗം വഴിയായിരിക്കും സൂര്യപ്രകാശം വലിച്ചെടുക്കുന്നത് സസ്യങ്ങൾ? ഇലകൾ വഴിയാണ് സൂര്യപ്രകാശം വലിച്ചെടുക്കുന്നത്. ഒരു ചിത്രം നോക്കൂ. ഒരു തക്കാളി തൈയാണ് അല്ലേ? പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. തന്നിരിക്കുന്ന ചിത്രത്തിലെ ഇലകളുടെ ക്രമീകരണം നോക്കൂ. എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? തന്നിരിക്കുന്ന ചിത്രത്തിലെ ഇലകൾ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? കണ്ടില്ലേ, ചില സസ്യങ്ങൾ തന്നിരിക്കുന്നു. ചെമ്പരത്തിയുണ്ട്, അതുപോലെ തന്നെ തുളസി, പിന്നെ ഏഴിലമ്പാല. ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ പരിസരത്തുള്ള ചെടികൾ നിരീക്ഷിച്ച് ഒരേ രീതിയിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നവയെ കൂട്ടങ്ങളാക്കൂ. അതായത് പല രീതിയിലുള്ള ഇലകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ചെമ്പരത്തി പോലുള്ളവ ഏതൊക്കെയാണ്? മാവ്. അതുപോലെ തുളസി പോലുള്ളവ, തെച്ചി. ഇതൊക്കെ നമുക്ക് ഉദാഹരണം തന്നിരിക്കുന്നതാണ്. ഏഴിലമ്പാല പോലെ ഇലകളുള്ളത് ഏതൊക്കെയാണ്? അരളി. ഇനി ബാക്കിയുള്ളത് കൂടി ഒന്ന് കണ്ടെത്തിയാലോ? ചെമ്പരത്തിയുടേത് പോലുള്ളത് സൂര്യകാന്തി, അതുപോലെ തന്നെ കടുകിൻ്റെ ഇല, തെങ്ങിൻ്റെ ഓല, ഇതെല്ലാമാണ്. ഇനി തുളസി പോലുള്ളതോ?
പേരക്കയുടെ ഇല, റോസ് ഇല, പിന്നെ പുതിന ഇല. ഇനി ഏഴിലം പാലയുടെ ഇല പോലുള്ളത് കൈതച്ചക്ക, അതുപോലെ തന്നെ അസ്പെരാഗസ് എന്നുള്ള ഒരു ചെടി, സൈപ്രസ്, നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കില്ലേ അതുപോലൊരു മരം. വിവിധ സസ്യങ്ങളിലെ ഇലകളുടെ ക്രമീകരണം വരച്ച് ആൽബം തയ്യാറാക്കൂ. ഇലപ്പച്ചയ്ക്കു പിന്നിൽ. ഇലകൾക്ക് പൊതുവെ പച്ച നിറമാണല്ലോ. എന്നാൽ പല നിറത്തിലുള്ള ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങളുടെ പരിസരത്തു നിന്നും വ്യത്യസ്ത നിറങ്ങളുള്ള ഇലകൾ ശേഖരിക്കൂ. ശേഖരിച്ച ഇലകൾ ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചു നോക്കൂ. സസ്യത്തിൻ്റെ പേരും ഇലയുടെ നിറവും ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറവും പട്ടികപ്പെടുത്തൂ. അപ്പോൾ സസ്യം ഏതാണെന്ന് എഴുതണം, ഇലയുടെ നിറം എഴുതണം, ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം ഏതാണെന്നും എഴുതണം. ആദ്യം തന്നിരിക്കുന്നത് ചീരയാണ് അല്ലേ? ചീരയുടെ ഇലയുടെ നിറം എന്താണ്? ചുവപ്പാണ് അല്ലേ? ഇനി ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം ഏതാണ്? പച്ച കളറാണ്. ഇനി അടുത്തത് ചുവപ്പ് ക്യാബേജ്. അത് വയലറ്റ് ക്യാബേജ് എന്നും അറിയപ്പെടുന്നു. അതിൻ്റെ കളർ, ഇലയുടെ നിറം ചുവപ്പാണ്. ഇനി ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചാലോ? ഗ്രീൻ, പച്ചയാണ് കാണുന്നത്. ഇനി അടുത്തത് മണിപ്ലാന്റ് ആണ്. ഗോൾഡൻ കളർ നിറത്തിലുള്ള മണിപ്ലാന്റ് ആണ്. അതിൻ്റെ ഇലകൾ മഞ്ഞ നിറത്തിലാണ്. ഇനി ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചാൽ ഗ്രീൻ. ഇനി അതുപോലെ തന്നെ ഇനി വയലറ്റ് കെയിലാണ്. വയലറ്റ് ആണ് അതിൻ്റെ നിറം ഇലകൾക്ക്. അതും ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചാൽ കാണുന്നത് പച്ച കളറാണ്. പട്ടികയിൽ നിന്നുള്ള കണ്ടെത്തൽ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം എന്ന് അറിയപ്പെടുന്നത്. ഏതാണ്? പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. പല നിറം. നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ. വിവിധ നിറങ്ങളിലുള്ള പൂക്കളും ഇലകളും കാണുന്നില്ലേ? പച്ച നിറത്തിന് കാരണം ഹരിതകമാണെന്ന് കണ്ടല്ലോ. മറ്റു നിറങ്ങൾക്ക് കാരണമായ വർണ്ണകങ്ങൾ ഏതെല്ലാമാണ്? നിങ്ങളുടെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കണം. അപ്പോൾ നമുക്കറിയാം പച്ച നിറത്തിന് കാരണം ഹരിതകമാണ് അല്ലേ? അപ്പോൾ ബാക്കിയുള്ള നിറങ്ങൾക്ക് കാരണം ഏതായിരിക്കും? പട്ടിക നോക്കൂ, കണ്ടെത്തൂ. ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? ആന്തോസയാനിൻ എന്ന വർണ്ണകമാണ്. ഏതാണ്? ആന്തോസയാനിൻ. ഇനി ഓറഞ്ച് നിറത്തിന് കാരണം ഏത് വർണ്ണകമാണ്? കരോട്ടിൻ. മഞ്ഞ നിറത്തിന് കാരണം സാന്തോഫിൽ. അപ്പോൾ പഠിക്കണം ഏതൊക്കെയാണ്? ചുവപ്പ് നിറം, ആന്തോസയാനിൻ, ഓറഞ്ച്, കരോട്ടിൻ, മഞ്ഞ, സാന്തോഫിൽ. വാതക വിനിമയം സസ്യങ്ങളിൽ. പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. നമുക്കറിയാം അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചാണ് സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നത് അല്ലേ? ഇവയിൽ ഏതു വാതകമാണ് ജീവികൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത്? ഏത് വാതകമാണ് ജീവികൾ ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്? സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് ഓക്സിജനാണ് പുറത്തുവിടുന്നത്. നമ്മൾ ജീവികൾ ഈ ഓക്സിജനാണ് ശ്വസിക്കുന്നത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ ഉള്ളത്? ഒരു കുട്ടി ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ലേ? അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കാണിക്കുന്ന ചിത്രീകരണം നോക്കൂ. ഏതൊക്കെയാണ്? കൂടുതലുള്ളത് നൈട്രജൻ ആണ്. കണ്ടില്ലേ? റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് നൈട്രജൻ ആണ്. പിന്നെയുള്ളതോ ഓക്സിജൻ. ഓക്സിജൻ പച്ച കളറിൽ. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മറ്റൊരു റെഡ് കളർ പോലെ കാണുന്നത്. ബ്ലൂ കളറിൽ കാണുന്നതാണ് ആർഗൺ. പിന്നെ മറ്റുള്ളവ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മഞ്ഞ കളർ കണ്ടില്ലേ? അത് മറ്റ് വാതകങ്ങളാണ്. ഊർജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. സസ്യങ്ങൾക്കും ഊർജം ആവശ്യമില്ലേ? ഊർജം ലഭിക്കാൻ സസ്യങ്ങളിലും ശ്വസനം നടക്കേണ്ടതില്ലേ? സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ജീവികൾ എങ്ങനെയാണ്? ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള
കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കാം. ഇലയുടെ പാളി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് ശാസ്ത്രപുസ്തകത്തിൽ വരയ്ക്കൂ എന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണിതിൽ പറഞ്ഞത്? ജന്തുക്കൾ ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ഈ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആര് ശ്വസിക്കുന്നു? സസ്യങ്ങൾ ശ്വസിക്കുന്നു. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ അതും സസ്യം വലിച്ചെടുത്ത് പ്രകാശ സംശ്ലേഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഏതു വഴിയാണ്? ഇലകളിൽ കൂടിയാണ്, അല്ലേ? ഇനി അതിന് ഇലകളിൽ കൂടി പ്രത്യേക ഭാഗം വല്ലതുമുണ്ടോ ഉള്ളിൽ പ്രവേശിക്കുന്നതിന് എന്ന് നോക്കാം. ഇലയുടെ പാളി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് ശാസ്ത്രപുസ്തകത്തിൽ വരയ്ക്കാനും പറഞ്ഞിരിക്കുന്നു. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. കണ്ടില്ലേ ചിത്രം തന്നിരിക്കുന്നത്? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഇതിലൂടെ വലുതാക്കി കാണാൻ സാധിക്കും. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായുണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. അപ്പോൾ ഒരു ഭാഗമുണ്ട്, അല്ലേ? എന്താണ് അതിൻ്റെ പേര്? സ്റ്റൊമാറ്റ എന്നാണ് പേര്. ഈ സുഷിരങ്ങൾ വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നതും ഓക്സിജൻ പുറത്തുവിടുന്നതുമെല്ലാം. ചിത്രീകരണം ശ്രദ്ധിക്കൂ. പകൽ സമയത്ത് ചെടികൾ പ്രകാശ സംശ്ലേഷണത്തിനു വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. എന്നാൽ രാത്രി സമയങ്ങളിൽ ഇത് തിരിച്ചാണ്. രാത്രി സമയങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല, കാരണം സൂര്യപ്രകാശമില്ല, അല്ലേ? അപ്പോൾ എന്തു ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കാണ് വിടുന്നത്, ഓക്സിജൻ വലിച്ചെടുക്കുന്നു. അപ്പോൾ രാവിലെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. എന്നാൽ രാത്രിയായാൽ ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അവ തമ്മിലുള്ള വ്യത്യാസം. സസ്യങ്ങൾ ഓക്സിജൻ മാത്രമാണോ പുറത്തുവിടുന്നത്? ചർച്ച ചെയ്ത് എഴുതൂ. ആതിഥേയനും അതിഥികളും. ആതിഥേയനും അതിഥികളും എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ പുറമേ നിന്ന് വരുന്നതാണ് അതിഥി എന്ന് പറയുന്നത്, അല്ലേ? അവരെ സ്വീകരിക്കുന്നത് ആരാണോ അതിനെയാണ് ആതിഥേയൻ എന്ന് പറയുന്നത്. എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ? ചിത്രീകരണം ശ്രദ്ധിക്കൂ. ഒരു മാവാണ് കാണുന്നത്, അല്ലേ? ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. മാവ് പറയാണ്, ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. അപ്പോൾ അതിനടുത്ത് നോക്കൂ, ഒരു മരവാഴ. ഞാൻ മരവാഴ, എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു, പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. മരവാഴയ്ക്ക് വേണ്ട ആഹാരം മരവാഴ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഇരിക്കാനായിട്ട് എവിടെയാണ്? ഒരു സ്ഥലം വേണം, അല്ലേ? അതിനായിട്ട് മാവിനെ ആശ്രയിക്കുന്നു. ഇനി അടുത്ത ഒരാളെ നോക്കൂ. ഞാൻ ഇത്തിൽ കണ്ണി, ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു, പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഇത്തിൽ കണ്ണി പറയുന്നത് എന്താണ്? ഞാനും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിനാവശ്യമുള്ള സാധനങ്ങൾ എവിടെ നിന്നാണ് വാങ്ങുന്നത്? ജലവും ലവണവും എല്ലാം ഏത് സസ്യത്തിലാണോ ഇരിക്കുന്നത് അതിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. അപ്പോൾ ആ സസ്യം സൂക്ഷിച്ചു വെച്ച ജലവും ലവണവും എല്ലാം ഈ ഇത്തിൽ കണ്ണി വലിച്ചെടുക്കുന്നു. അപ്പോൾ ആ ഇരിക്കുന്ന സസ്യത്തിന് ഇത്തിൽ കണ്ണി ദോഷമാണ്. ഇനി അടുത്തുള്ള ഒരാൾ പറയുകയാണ്, ഞാൻ മൂടില്ലാത്ത ആളി, ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല, എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്നും വലിച്ചെടുക്കുന്നു. മൂടില്ലാത്ത ആളി ആഹാരവും നിർമ്മിക്കുന്നില്ല, പകരം എല്ലാ പോഷകങ്ങളും ഏത് ചെടിയിലാണോ ഉള്ളത് അതിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മൾ 3 സസ്യങ്ങളെ കണ്ടു. ഏതൊക്കെയാണ്? മരവാഴ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഇരിക്കാൻ കുറച്ച് സ്ഥലം കൊടുത്താൽ മതി. ഇത്തിൽ കണ്ണിയോ സ്വയം ആഹാരം ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ അതിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും വലിച്ചെടുക്കുന്നത് ആയിരിക്കുന്ന സസ്യത്തിൽ നിന്നാണ്. എന്നാൽ മൂടില്ലാത്ത ആളിയോ ആഹാരം ഉണ്ടാക്കുന്നുമില്ല, പകരം ആവശ്യമായിട്ടുള്ളതെല്ലാം ആയിരിക്കുന്ന സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുകയും ചെയ്യുന്നു. മാവ്, ഇത്തിൽ കണ്ണി, മൂടില്ലാത്ത ആളി
മരവാഴ ഇവരുടെ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഇവരിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നവർ ആരെല്ലാമാണ്? മാവ്, ഇത്തിൽക്കണ്ണി, മരവാഴ. ഈ 3 പേരും സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട് അല്ലേ? പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം, കാർബൺ ഡയോക്സൈഡ് എന്നിവ ഈ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഒരേ രീതിയിലാണ്. എന്നാൽ ജലം ലഭിക്കുന്നതോ? മാവിന് ജലം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മരവാഴയ്ക്കും ഇത്തിൽക്കണ്ണിക്കുമോ? മരവാഴയുടെ ചിത്രം നിരീക്ഷിക്കൂ. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശവും കാർബൺ ഡയോക്സൈഡും ഒക്കെ ഇവയ്ക്ക് ലഭിക്കുന്നത് ഒരേ രീതിയിലാണ്. കാരണം സൂര്യപ്രകാശം എല്ലാവർക്കും അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടും, കാർബൺ ഡയോക്സൈഡും അതുപോലെ തന്നെ. എന്നാൽ ജലം എവിടെ നിന്നാണ് വലിച്ചെടുക്കുന്നത്? മാവ് മണ്ണിൽ നിന്നാണ് ജലം ആഗിരണം ചെയ്യുന്നത് അല്ലേ? അതുപോലെ തന്നെ മരവാഴ അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈർപ്പം വലിച്ചെടുക്കുന്നു. എന്നാൽ ഇത്തിൽക്കണ്ണിയോ? ഇത്തിൽക്കണ്ണി ആ ഇരിക്കുന്ന മാവിൽ നിന്നാണ് ജലം വലിച്ചെടുക്കുന്നത്. മൂടില്ലാത്ത ആളിയും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നുമില്ല, പക്ഷെ ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും ആ ഇരിക്കുന്ന സസ്യത്തിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. മരവാഴയുടെ ചിത്രം കണ്ടില്ലേ? ഇതാണ് മരവാഴ. 2 തരം വേരുകൾ കാണുന്നില്ലേ? എന്താണ് ഈ വേരുകളുടെ ധർമ്മം? വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന കട്ടി കൂടിയ വേരുകൾ എവിടേക്കാണ് വളർന്നു നിൽക്കുന്നത്? ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ചു വളരാൻ സഹായിക്കുന്നു. 2 തരം വേരുകളിൽ ചെറിയ വേരുകളാണ് മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ചു വളരാൻ സഹായിക്കുന്നത്. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിന് മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. മരവാഴയ്ക്ക് 2 തരം വേരുകളുണ്ട്. അതിൽ ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ എന്താണ്? അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്നു. പക്ഷേ ഇവ ഇരിക്കുന്ന ആ സസ്യത്തിൽ നിന്ന് ആഹാരത്തിനായിട്ട് ഒന്നും സ്വീകരിക്കുന്നില്ല. പക്ഷേ അവ വാസസ്ഥലത്തിനായിട്ട് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്, അതായത് ഒന്ന് ഇരിക്കാനുള്ള ആവശ്യത്തിന്. ഇത്തരം സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. എപ്പിഫൈറ്റുകളെ നിരീക്ഷിച്ച് വേരുകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കൂ. എപ്പിഫൈറ്റുകൾ വളരുന്നത് കൊണ്ട് ആതിഥേയ സസ്യത്തിന് ദോഷമുണ്ടാകുമോ? ദോഷമുണ്ടാകില്ല. കാരണം ആതിഥേയ സസ്യത്തിൽ നിന്ന് വെള്ളമോ വളമോ ഒന്നും അത് വലിച്ചെടുക്കുന്നില്ല. വെറുതെ അതിൽ ഇരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത്തിൽക്കണ്ണിയുടെ വേരുകളുടെ ചിത്രം ശ്രദ്ധിക്കൂ. വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? ഈ വേരുകൾ ഇങ്ങനെ വളർന്നിരിക്കുന്നത് കൊണ്ട് ഇത്തിൽക്കണ്ണിക്ക് എന്താണ് ഗുണം? ആതിഥേയ സസ്യത്തിൽ നിന്ന്, അതായത് ഇത്തിൽക്കണ്ണി ഇരിക്കുന്ന സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ അല്ലെങ്കിൽ സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നു. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുക്കുന്നുണ്ട് അല്ലേ? കണ്ടില്ലേ? മാവിൻ്റെ കൊമ്പുകളിലേക്ക് ആഴ്ന്നിറങ്ങി ഇത്തിൽക്കണ്ണിയുടെ വേരുണ്ട് അല്ലേ? എന്നിട്ട് അതിൽ നിന്നുമാണ് ജലവും ലവണവും ഒക്കെ വലിച്ചെടുക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മാവിന് ദോഷമാണ്. മാവ് വലിച്ചെടുത്തിരിക്കുന്ന വെള്ളവും വളവും ഒക്കെ ഇത്തിൽക്കണ്ണി ഉപയോഗിക്കും. അപ്പോൾ മാവിന് അതെല്ലാം നഷ്ടമാകും. ചെടിയിൽ പടർന്നു കിടക്കുന്ന മൂടില്ലാത്താളി നിരീക്ഷിക്കൂ. എന്താണ് അതിൻ്റെ നിറം? ഇലകൾ കാണുന്നുണ്ടോ? മൂടില്ലാത്താളിക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയുമോ? അതിൻ്റെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? മൂടില്ലാത്താളി സ്വയം ആഹാരം ഉണ്ടാക്കുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അതെവിടെയാണ് ഇരിക്കുന്നത്? അതിൽ നിന്നാണ് അത് ആഹാരവും പോഷണവും എല്ലാം വലിച്ചെടുക്കുന്നത്. അതിന് എന്ത് കളറാണ്? മഞ്ഞ കളറാണ്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണ പരാദങ്ങൾ അല്ലെങ്കിൽ ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നു. എല്ലാ പോഷകങ്ങളും എല്ലാം വലിച്ചെടുക്കുന്നത് ആ ഇരിക്കുന്ന സസ്യത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇവയെ പൂർണ്ണ പരാദങ്ങൾ എന്ന് പറയുന്നത്. ഈ പൂർണ്ണ പരാദങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് ആ സസ്യത്തിന് ദോഷം മാത്രമേ ഉള്ളൂ. ചിത്രം നിരീക്ഷിക്കൂ.
പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കണ്ടില്ലേ? കിളിയുണ്ട്, അണ്ണാനുണ്ട്, അതുപോലെ തന്നെ മുള്ളൻ പന്നിയുണ്ട്, മുയൽ, കുറുക്കൻ, അങ്ങനെ ഒരുപാട് ജീവികളുണ്ട്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് ജീവികളുടെ പരസ്പരാശ്രയങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുമല്ലോ. കണ്ടെത്തിയവ പാഠപുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുമൊക്കെ നിരീക്ഷിച്ച് ജീവികൾ എങ്ങനെയാണ് പരസ്പരം ആശ്രയിക്കുന്നത് എന്ന് നോക്കി കണ്ടുപിടിച്ച് അതിന് ഉദാഹരണമൊക്കെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വിലയിരുത്താം. ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? അടുത്തത് സസ്യം, പുൽച്ചാടി, കൊതുക്, പാറ്റ. ഇനി ആ പുൽച്ചാടിയെ കഴിക്കുന്നത് തവള, കൊതുകിനെ തവള, പാറ്റയെ പല്ലി. പിന്നെ ഈ തവളയെയും പല്ലിയെയും കഴിക്കുന്നത് പാമ്പ്. ഈ ആഹാര ശൃംഖലാജാലത്തിൽ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്തു സംഭവിക്കും? തവളകളുടെ എണ്ണം കുറഞ്ഞാൽ കൊതുക് ഒരുപാട് കൂടും അല്ലേ? കാരണം കൊതുകിനെ കഴിക്കുന്ന തവളകളില്ലാതായാൽ കൊതുകുകൾ പെരുകും. ചിത്രം നിരീക്ഷിച്ച് സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയത്തിലെ ഘട്ടങ്ങൾ പൂർത്തിയാക്കൂ. കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, പിന്നെയോ അന്തരീക്ഷവായു, ഇങ്ങനെയൊക്കെയുണ്ട്. അന്തരീക്ഷവായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നു. എന്തായിട്ടാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ് പ്രവേശിക്കുന്നത്. അന്തരീക്ഷവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. പിന്നെയോ പ്രകാശ സംശ്ലേഷണം വഴി ഉണ്ടാകുന്ന ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു അല്ലേ? തുടർ പ്രവർത്തനങ്ങളാണ്. ഒരു ചെടിയുടെ ഇല സുതാര്യമായ പോളിത്തീൻ കവർ കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. അടുത്ത ദിവസം നിരീക്ഷിക്കുക. പോളിത്തീൻ കവറിൽ എന്താണ് കാണുന്നത്? എന്തായിരിക്കും കാരണം? ഒരു ചെടിയുടെ ഇല നമുക്ക് സുതാര്യമായ, അതായത് കാണുന്ന, ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് കാണുന്ന ഒരു കവർ കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. അടുത്ത ദിവസം നിരീക്ഷിക്കുക എന്താണ് പോളിത്തീൻ കവറിൽ കാണുന്നത് എന്ന്. അതിന് കാരണം എന്തായിരിക്കും എന്നും എഴുതാൻ പറഞ്ഞിരിക്കുന്നു. അടുത്തത് നിങ്ങളുടെ പരിസരത്തുള്ള ഒരു കുളമോ മറ്റേതെങ്കിലും ആവാസമോ നിരീക്ഷിച്ച് പരമാവധി ആഹാര ശൃംഖലകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആവാസത്തെ നശിപ്പിക്കുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾ മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നും അന്വേഷിച്ച് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാഠം എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ എല്ലാവരും പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് പഠിക്കണം. Okay dears, see you in next class. Thank you.